ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞ. ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ കേരളത്തിൽ ചരിത്രമുറങ്ങുന്ന ചെങ്ങറ മണ്ണിൽ നിന്നും സാധുജന വിമോചന സംയുക്തങ്ങളുടെ പ്രവർത്തകർ കാലാവസ്ഥയെ പോലും വകവെക്കാതെ ഇങ്ങനെയൊരു സമരം ചെയ്യുന്നത് ഈ ഭരണകൂടത്തിന്റെ മുന്നിൽ തന്നെ ആദ്യത്തെ ഈ കേരളത്തിലെ 16ാമത് നിയമസഭയുടെ മുമ്പിൽ നടക്കുന്ന അവർ പ്രവർത്തിക്കുമ്പോൾ അവർ ഭരിക്കുമ്പോൾ നടക്കുന്ന ആദ്യത്തെ ഒരു പ്രതിഷേധ ധർണയും ഒരു പ്രതിഷേധ റാലിയുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഒരു ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. എന്തിനാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു യോഗം നടത്തുന്നത് അല്ലെങ്കിൽ ധർണ നടത്തുന്നത് മാർച്ച് നടത്തുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി നമ്മുടെ നേതാക്കൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഉദ്ഘാടനം എന്നുള്ള നിലയിൽ സാധുജന വിമോചന സമയത്തിന് വേണ്ടി എപ്പോഴും ഒന്നിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ കർത്തവ്യം ഏൽപ്പിച്ചത് തന്നെ ഞാൻ പ്രിയപ്പെട്ട മഹാത്മാ രാഘവൻ സാറിന് വേണ്ടി ആ കർത്തവ്യത്തെ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പാതാരവിന്ദം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കുന്നു. നമ്മുടെ ഈ 19 വർഷക്കാലത്ത് അതിന് ഒരുപാട് അർത്ഥതലമുണ്ട്. അതിന്റെ അർത്ഥതലം എന്നത് മഹാത്മാ രാഘവൻ സാറിന് മുമ്പ് ചരിത്രപരമായി സാധുജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവർക്കൊരു സംഘടന മതിയെന്ന് പറഞ്ഞുകൊണ്ട് സാധുജന പരിപാലന സംഘം എന്ന പ്രസ്ഥാനം രൂപീകരിച്ച മഹാത്മാ അയ്യങ്കാളി ആ ഐക്യം, ആ ജനതയുടെ ഐക്യം, അതിലൂടെയാണ് നമുക്ക് ആദ്യമായി ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ ഭരണകൂടത്തിനോട് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ഭരണ സംവിധാനങ്ങളോട് പ്രജാസഭയോട് ഭൂമിയുടെ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് പ്രിയപ്പെട്ട മഹാത്മാ അയ്യങ്കാളി. ആ മഹാത്മാ അയ്യങ്കാളിയുടെ ആ പ്രസംഗം പോലും, ആദ്യ കന്നി പ്രസംഗം പോലും ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പ്രസംഗമായി. ആ പ്രസംഗത്തിലൂടെ ഇവിടുത്തെ സവർണറുടെ കൈവശം ഇരിക്കുന്ന ഭൂമി പാവപ്പെട്ട ജനതയുടെ കൈകളിലേക്ക് എത്തുമെന്ന ഒരു കാഴ്ചപ്പാട് അന്നത്തെ ഭരണകൂടങ്ങൾക്കുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടതിന് ശേഷം 1950 ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടതിന് ശേഷം ആ ഭരണഘടനയിലും ഭൂമിയുടെ അവകാശത്തെപ്പറ്റി, തുല്യനീതിയെപ്പറ്റി പറയുന്നു. അപ്പോഴും പുതിയ ഗവൺമെന്റ് വരുമ്പോൾ EMSന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടത്തിയ ആദ്യ പ്രഖ്യാപനം ഭൂപരിഷ്കരണ നിയമം. അതിന്റെ കാപട്യങ്ങൾ, അതിന്റെ വഞ്ചനയെ, ഭരണഘടനയെ അട്ടിമറിക്കുന്ന നിയമങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് ചെങ്ങറ ഭൂസമരം ആരംഭിക്കുന്നത്. ചെങ്ങറ ഭൂസമരം നടക്കുമ്പോഴാണ് 1957 ആദ്യ ഗവൺമെന്റ് നടത്തിയ ഭൂപരിഷ്കരണത്തിന്റെ അട്ടിമറിയെപ്പറ്റി ഈ കേരള ജനത്തിൽ, കേരളത്തിലെ സാധുക്കളായവരും പൊതു സമൂഹങ്ങളും തിരിച്ചറിയുന്നു. അത്തരത്തിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന ഒറ്റ സംഘടന കേരളത്തിലെ പട്ടികജാതി പിന്നോക്ക ജനതയുടെ സാധുജനങ്ങളുടെ ഒറ്റ സംഘടനയെ പൊളിച്ചു കളഞ്ഞതും അന്നത്തെ രജിസ്ട്രേഷനുകളാണ്. ഓരോ സംഘടനയും പൊളിച്ചെഴുതി പുതിയ സംഘടനകൾ രൂപീകരിക്കുന്നതിന്റെ പിന്നിൽ രജിസ്ട്രാർക്ക് പങ്കുണ്ട്. ഈ ജനത ഐക്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ഭരണവർഗമാണ്. ആ ഭരണവർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ സവർണരാണ്. ആ സവർണ ഭരണകൂടം ഈ ജനത ഐക്യപ്പെടാതിരിക്കുവാൻ ജാതി സംഘടനകളുടെ ഗ്രൂപ്പുകൾ സൃഷ്ടിച്ചാരെങ്കിലും രാഷ്ട്രീയപരമായി ഇടപെടൽ നടത്തി ആ സംവിധാനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നേരെ ചെല്ലുന്നത് പുതിയ ഒരു ഭരണഘടന തയ്യാറാക്കിക്കൊണ്ട്, നിയമാവലി തയ്യാറാക്കിക്കൊണ്ട് അവർ നേരെ രജിസ്ട്രാർക്ക് മുമ്പിൽ ചെല്ലും. അവർ കമ്മിറ്റി ബോർഡിന്റെ രേഖകൾ അങ്ങോട്ട് കൊടുക്കും. ദലിത് കോൺഗ്രസിന്റെയും പട്ടികജാതി മോർച്ചയുടെയും ദലിത് ലീഗിന്റെയും ദലിത് ഫ്രണ്ടിന്റെയും ഒക്കെ പുറയുന്നു പോകുന്ന അടിമകളായി വീണ്ടും മാറുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പ്രിയപ്പെട്ട രാഘവൻ സാർ മുത്തങ്ങ സമരത്തിന്റെ പരാജയം, മുത്തങ്ങ സമരത്തിന്റെ രക്തച്ചൊരിച്ചിൽ, അതിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് 2007 ഓഗസ്റ്റ് 4-ാം തീയതി നടത്തപ്പെട്ട സമരമാണ് ചെങ്ങറ ഭൂസമരം. ആ ചെങ്ങറ ഭൂസമരത്തിലൂടെ ചരിത്രപരമായ അവകാശങ്ങൾ പട്ടിക വിഭാഗത്തിനും മറ്റ് പിന്നോക്കർക്കും ഭൂരഹിതർക്കും വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 1495 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചു പോയ ഒരു സംവിധാനം
2009 കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ആ പട്ടയം വാങ്ങിച്ചു പോകുമ്പോഴും ഈ ജനതയെ ഭിന്നിപ്പിക്കുന്ന ഒരു അവസരമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. ആ ഗവൺമെന്റ് ആണ് ആദ്യത്തെ ഭൂപരിഷ്കരണ ബില്ലും ഒക്കെ പാസ്സാക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഈ ജനതയെ ഭിന്നിപ്പിക്കുക, അവർക്ക് ഭൂമി കൊടുക്കുവാനുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന പ്രദേശത്തും ഭൂമിയുണ്ട്. അവർക്ക് 50-ഉം 100-ഉം കൊടുക്കുവാനുള്ള ഭൂമിയുണ്ട്. SC-ക്ക് 50-ഉം ST-ക്ക് 100-ഉമാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ഭൂമി കൊടുക്കുവാനുള്ള ഭൂമി ചെങ്ങറ സമരഭൂമിയിൽ തന്നെ ഇരിക്കെ, നല്ല ഭൂമി ഇരിക്കെ, കാടും മേടും പാറപ്പുറവും കൃഷിയോഗ്യവുമല്ലാത്ത വാസയോഗ്യമല്ലാത്ത ഭൂമി കൊടുത്ത് ഈ ജനതയെ ഭിന്നിപ്പിച്ചത് ആരാ? ഈ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞകാല ഗവൺമെന്റുകളാണ്. ആ കഴിഞ്ഞകാല ഗവൺമെന്റിന്റെ താല്പര്യവും എന്തായിരുന്നു? ഇവരെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഭിന്നിപ്പിച്ചു പോയ ജനതയുടെ, സാറിനെ അവഗണിച്ചു പോയ ജനതയുടെ കുറച്ച് താല്പര്യം ഉൾക്കൊണ്ടുകൊണ്ട്, പാർട്ടികളുടെയും മറ്റുള്ള സവർണ്ണ താല്പര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ചില നമ്മുടെ സഹോദരങ്ങൾ തന്നെ നമ്മൾക്ക് പുറത്തോട്ട് പോയി നമുക്കെതിരെ പെരുമാറുന്ന ഒരു സാഹചര്യം വർഷങ്ങളായി നടക്കുകയാണ്. ആ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നേരത്തെ സുരേഷും KS ഗോപി നമ്മുടെ പ്രസിഡന്റും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള കേസിനെ സംബന്ധിച്ച്. അങ്ങനെ ആ കേസിനെ സംബന്ധിച്ച് വ്യക്തത നിൽക്കുമ്പോഴാണ്, അതിനൊരു തീരുമാനമില്ലാതെയാണ് ഈ രജിസ്ട്രേഷൻ വീണ്ടും ഒതുക്കി ഇങ്ങനെ 2 സംഘടന ഇവിടെ ഉണ്ടാകണം, സാധുജന വിമോചന സംയുക്ത വേദിയുടെ 2 സംഘടന ഇവിടെ ഉണ്ടാവണം, ഇവർ തമ്മിലടിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത്, ഇവിടെ രജിസ്ട്രാറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് സവർണവർഗമായ മുൻ ഗവൺമെന്റാണ്. അവരിവിടുന്ന് വിടവാങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം. പുതിയ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിലാക്കണം, 2016 ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആദ്യ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം, ഇതുപോലെ ഇന്നലെ പോലെ സത്യപ്രതിജ്ഞ ദിവസമാണ് ചെങ്ങറ സമരഭൂമിയെ തകർക്കുവാനുള്ള ശ്രമം ആദ്യമായി നടന്നത്. ഇവിടുത്തെ ഗോപാലൻ എന്ന് പറയുന്ന ചരിത്ര പുരുഷന്, ആ ചരിത്ര പുരുഷനെ സ്വന്തം ജനതയെ കൊണ്ട് അംഗീകരിക്കാതിരിക്കുവാനുള്ള ശ്രമം നടത്തിയതിന്റെ ഉത്തരവാദിത്വവും ഈ കഴിഞ്ഞ കാല ഭരണകൂടങ്ങൾക്കായിരുന്നു. അതാണ് സത്യപ്രതിജ്ഞ നടന്ന് തന്നെ ഭരണ സമരഭൂമിയിൽ അത്തരമൊരു കലാപം സൃഷ്ടിക്കുവാൻ ശ്രമം നടത്തിയത്. അതിൽ നിന്നെല്ലാം ജനത ഏകദേശം കുറെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്, കഴിഞ്ഞ കാലങ്ങളിലൂടെ അവർ പഠനം മനസ്സിലാക്കിക്കൊണ്ട്, അവർ തിരിച്ചറിവ് നേടിക്കൊണ്ട്, ഇന്നലകളിൽ പോയ വഴികൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട്, നമ്മൾ ഐക്യപ്പെട്ടാലേ, ഒന്നിച്ചു പോയാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള മനസ്സിലാക്കലുകൾ കൊണ്ട് അവർ ഐക്യപ്പെട്ട് മുന്നോട്ട് വരുമ്പോഴാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഗോപാലൻ സാറിന് മരണാനന്തരം സാധുജന വിമോചന സംയുക്ത വേദി അതിശക്തമായി മുന്നോട്ട് വന്നിരുന്ന സാഹചര്യത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കൊണ്ട് നമ്മളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ഏപ്രിൽ 14 ബാബാ സാഹേബ് അംബേദ്കറിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളത്തിലെ ചെങ്ങറ സമരഭൂമിയിൽ നിന്ന് പത്തനംതിട്ട ഓഫീസിൽ നിന്നും ആരംഭിച്ച ഒരു വലിയ സാധുജന മാർച്ച് ഉണ്ടായിരുന്നു 2014. ആ 2014 മാർച്ച് 6 ദിവസം കൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് നമ്മൾ നടന്നത്. ആ തിരുവനന്തപുരത്തേക്ക് നടന്ന അതിന്റെ മാറ്റൊലിയാണ്, അതിന്റെ മറ്റൊരു തരംഗമാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഏപ്രിൽ 14 നമ്മുടെ ഈ പറയുന്ന പത്തനംതിട്ട ടൗണിലൂടെ നമ്മുടെ ഒരു റാലി കടന്നുപോയത്. അതായത് ബാബാ സാഹേബ് അംബേദ്കറിന്റെ ജന്മദിന ആഘോഷ സന്ദേശ റാലി കടന്നുപോയത് ജനത ഐക്യപ്പെടുന്നതിന്റെ സൂചനകളാണ്. ഈ സൂചന തന്നെയാണ് കഴിഞ്ഞ ഏപ്രിൽ 28 നടന്ന ഹർത്താൽ. ഏപ്രിൽ 28 നടന്ന ഹർത്താൽ ഇത് തന്നെയാണ്. കേരളത്തിലെ ദലിത് സമൂഹം, പിന്നോക്കര് ഐക്യപ്പെടുന്നതിന്റെ സൂചനയായിരുന്നു ആ ഹർത്താൽ. അതിനെ തകർക്കുവാൻ എത്രമാത്രം ശ്രമിച്ചു. ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ പേരും പറഞ്ഞ് ശ്രമിച്ചില്ലേ? അതിനെല്ലാം ഈ പോലീസ് എടുത്ത കേസ്, ഇവിടെ നിൽക്കുന്ന പോലീസുകാരെ അല്ല കേട്ടോ, ആ കേസെടുത്ത പോലീസുകാരെ കള്ള വ്യാജ കേസെടുത്ത് അവിടെ അവർക്ക് കോടതിയിൽ അവതരിപ്പിക്കുവാൻ ആ ക്യാൻസർ പേഷ്യന്റ് ക്യാൻസർ ആണെന്ന് പറയാൻ ഒരു രേഖ പോലും ഇല്ലാതെ വന്നതിന്റെ സാഹചര്യം എന്താണ്? ആരാണ് ഇത് നടത്തിപ്പുകാര്? ഇവിടെ സവർണ താല്പര്യങ്ങളെ സംരക്ഷിക്കാനാണോ ആ പോലീസ് കേസെടുത്തത്? ആയിരക്കണക്കിന് 100 ആൾക്കാർക്ക് ഹർത്താലിന്റെ പേരിൽ ഇവിടെ പത്തനംതിട്ടയിൽ നടന്നും 10 പേർക്ക് കേസെടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, FIR കോപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഐക്യപ്പെടലുകളെ തകർക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യവുമായിട്ടാണ്
പ്രധാനമായും കഴിഞ്ഞ ഭരണകൂടം പോയിട്ടുള്ളത് പാവങ്ങളുടെ ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോഴും കഴിഞ്ഞ ഗവൺമെന്റ് അവസാന നാളുകളിൽ ചെങ്ങറ സമരഭൂമിയിൽ പാക്കേജുകളുടെ ഭാഗമായോ അല്ലാതെയോ കുറച്ച് ഭക്ഷ്യസാധനങ്ങളും റേഷൻ കാർഡിന്റെ വിതരണമൊക്കെ നടത്തി. ആ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ച ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ ഒരു കളക്ടറേറ്റിലേക്ക് നടന്ന ഒരു മാർച്ച്, സാധുജന മാർച്ച്. ആ സാധുജന മാർച്ച് നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണ്? കഴിഞ്ഞ ഭരണകൂടം പറഞ്ഞിട്ടുള്ളത് അതിദരിദ്രരഹിത കേരളം സൃഷ്ടിക്കുമെന്നുള്ളതാണ്. അതിദരിദ്രരഹിത കേരളം സൃഷ്ടിക്കുകയാണെങ്കിൽ ചെങ്ങറ സമരഭൂമിയെ കാണാതെ പോകരുത്. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ അങ്ങനെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നയപരമായ ഒരു റാലിയും നമ്മൾ കളക്ടറേറ്റിലേക്ക് നടത്തിയതിന്റെ പരിണത ഫലമാണ് പെട്ടെന്ന് MLAയും മന്ത്രിസഭയൊക്കെ കൂടി പെട്ടെന്ന് നമ്മൾക്ക് അതിദരിദ്രരഹിതരില്ലാതെങ്കിൽ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാവണം. റേഷൻ കാർഡ് ഇല്ലാത്തടത്തോളം കാലം അതിദരിദ്രരാണ്. അതിനുവേണ്ടി ആ വോട്ടിന്റെ കാലത്താണ് നടക്കുന്നത്. വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് നടക്കുന്നത്. വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്ന് നമുക്കറിയാം. എങ്കിൽ അതിദരിദ്രരെന്ന് മുദ്രാവാക്യം പറയുമ്പോൾ നമ്മളെ പരിഗണിക്കണമെന്നില്ലെങ്കിൽ നമ്മൾ സമരമുഖത്തേക്ക് പോകുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം കൊണ്ട് അവര് ചില കാര്യങ്ങൾ അവിടെ ചെയ്തു തുടങ്ങി. പിന്നെ ബാക്കിയെല്ലാം പേരിന് വേണ്ടി പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇലക്ഷന് മുമ്പെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ രാജമാണിക്യം IAS നമ്മളോടൊപ്പം നിന്ന് രാജമാണിക്യം IAS അദ്ദേഹത്തെ നമ്മുടെ സംഘടന പോയി കാണുകയും ആ സംഘടന കണ്ടതിന്റെ പരിണിത ഫലമായി രാജമാണിക്യം പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഉത്തരവിട്ടു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടത് താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് വൈദ്യുതി ജനങ്ങൾ താമസിക്കുകയാണ് 19 വർഷക്കാലമായിട്ട്. ഭൂമിയുടെ കേസോ മറ്റു കാര്യങ്ങളോ ആരിസിന്റെ കേസോ വേറെ ഒന്നും അറിയണ്ട. അവർക്ക് എമർജൻസി ആയിട്ട് ടെമ്പററി ആയി ചെയ്തു കൊടുക്കണം. ആ കേസ് നടക്കുന്നിടത്തോളം കാലം നമുക്ക് വെളിച്ചം കിട്ടും, വെള്ളം കിട്ടും, നമുക്കെല്ലാം കിട്ടും. അത് തുടർച്ചയായി നമ്മുടെ കൈകളിൽ ഇതെല്ലാം വന്ന് ചേരും. അതുകൊണ്ട് അദ്ദേഹം ആസൂത്രിതമായിട്ട് പറഞ്ഞു, ടെമ്പററി ആയി മനുഷ്യാവകാശ ധ്വംസനമാണ് നടക്കുന്നത്. ടെമ്പററി ആയിട്ട് കുട്ടികൾക്ക് മണ്ണെണ്ണ വെളിച്ചത്തിൽ ഡീസൽ വെളിച്ചത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വെളിച്ചം കൊടുക്കൂ എന്ന് എഴുതി വിട്ടു. അവർക്ക് വെള്ളം കൊടുക്കൂ, അവർക്ക് വൈദ്യുതി, അവർക്ക് വഴി കൊടുക്കൂ, അവർക്കെല്ലാ വീടിന്റെയും പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കൂ. നമ്മൾ ആവശ്യപ്പെട്ടത് വോട്ടർമാരായി നമ്മളെ പരിഗണിക്കണം. ചെങ്ങറ സമരഭൂമിയിൽ വോട്ടർമാരില്ല, വോട്ടർ ID ഇല്ല, ഇവിടുത്തെ പൗരന്മാരല്ല എന്ന് മുദ്ര കുത്തിയിരിക്കുകയാണ്. ആ പൗരാവകാശത്തിന് വേണ്ടി പോലും ഞങ്ങൾ ഇനി മുന്നോട്ട് പോവുകയാണ്. ആ പൗരാവകാശം ഈ ഗവൺമെന്റ് നമുക്ക് നൽകും എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ 2 തവണ സംഘടനയുടെ നേതൃത്വം നിവേദനങ്ങൾ കൊടുത്തു. അദ്ദേഹം മറുപടി തന്നിട്ടുണ്ട്. ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ചെങ്ങറയുടെ വിഷയങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചെങ്ങറയുടെ വിഷയം പരിഹരിക്കുമെന്നുള്ള നമുക്ക് വിശ്വാസത്തിൽ എടുത്തിട്ടുള്ളതിന് കാരണം സത്യപ്രതിജ്ഞ ചെയ്ത അതേ ദിവസം തന്നെ മന്ത്രിസഭ കൂടി ഇവിടെ തൊട്ടടുത്ത് നടന്ന വലിയൊരു സമരം നമ്മളുൾപ്പെടെ സാധുജന വിമോചന സംയുക്ത വേദിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ആശാമാർക്ക് വേജസ് കൂട്ടിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് ഓർഡിനറിയെ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബൃഹത്തായ സമരം ആയിരക്കണക്കിന് ദിവസങ്ങൾ നീണ്ടുനിന്നു. ആ നീണ്ടുനിന്ന ദിവസങ്ങളിൽ സാധുജന വിമോചന സംയുക്ത വേദിയുടെ പ്രവർത്തകർ അണിനിരക്കുകയും അതുപോലെ ഇവിടുത്തെ SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഒട്ടനവധി സാമൂഹ്യ പ്രസ്ഥാനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ചെങ്ങറ സമരഭൂമിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി ഐക്യപ്പെട്ട് ചൂഷണമില്ലാതെ ആരുടെയും പുറയുന്നു പോകാതെ നമ്മൾ ഒരേപോലെ നിന്നാൽ ഈ മഞ്ഞപ്പൊടിക്ക് തണലിൽ നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ ഭരണകൂടം നമുക്ക് സാധിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അണിചേരുക, ഐക്യപ്പെടുക. അങ്ങനെ ഐക്യപ്പെടുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ദൗത്യവുമായി വന്ന ഈ മാടമ്പികൾക്ക് കൂട്ടുനിൽക്കുന്ന അപ്പിണിയാളന്മാരായിട്ട് നിൽക്കുന്ന അട്ടിമ സന്തതികൾ നമ്മുടെ സഹോദരങ്ങളാണ്.
അവർ തിരിച്ചറിയുക. അതുപോലെ കേരളത്തിലെ പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്രയും പറഞ്ഞത് മനസ്സിലാക്കണം. 19 വർഷത്തെ സമരത്തിന്റെ വീര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആ 19 വർഷത്തെ വീര്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ച മന്ദിരത്തിന്റെ, ആ ബഹുനില മന്ദിരത്തിന്റെ ഞങ്ങളുടെ എല്ലാമായ ഹൃദയമായ മഹാത്മാ നാഗഗോപാലനെ അടക്കം ചെയ്യപ്പെട്ട ഭൂമി വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ചെങ്ങറ സമരഭൂമി വിട്ടുകൊടുക്കാതിരുന്ന സമരമുഖത്ത് നിന്ന് നയിച്ച നാഗഗോപാലന്റെ ആ ഊരും വാശിയും ആ രക്തവും ഓടിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മോദിസേ, ഒരു കാര്യം മനസ്സിലാക്കുക, വന്നൊരു വീട്ടിൽ കയറി താക്കോലിട്ടുകൊണ്ട് പോകാനുള്ള അവകാശമൊന്നും പോലീസിനില്ല, കൂട്ടിക്കൊണ്ടു പോകാൻ അവകാശമില്ല. അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല. അത് വ്യക്തമായിട്ട് അന്വേഷിക്കണം. സുരേഷ് പറഞ്ഞ ഒരാളായി പോയി. അതായത് നമ്മുടെ സമരഭൂമിയിലെ പ്രവർത്തകനും അങ്ങനെ സമര സമിതിയുടെയും അല്ലെങ്കിൽ സ്വാധീന വിമോചന സമിതിയുടെയും ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് അവിടെ അന്നവിടെ ഒറ്റയ്ക്കുള്ളായിരുന്നു. അവിടെ പലപ്പോഴും പലരും 10-20 പേരൊക്കെ കാണുന്ന, അവിടെ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. ആ സമയം ക്രമീകരിച്ചുകൊണ്ട് അവിടെ കൂട്ട് തല്ലിപ്പൊളിച്ച്, ഗേറ്റ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറുമ്പോഴത്തേക്കും സുരേഷിന് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ ഒരു കൊലപാതകം, ഒരു മരണം സാധുജന വിമോചന സംയുക്ത വേദിയുടെ ഓഫീസിൽ സംഭവിച്ചിരുന്നെങ്കിൽ ആ ഓഫീസ് പൂട്ടിയാൽ സാധുജന വിമോചന സംയുക്ത വേദി പിന്നെ ഇല്ല. പ്രവർത്തിക്കാൻ ഇവിടെ പോയി പ്രവർത്തിക്കും. സമരം തീർന്നില്ല. ആ CPM-ന്റെ നേതൃത്വത്തിൽ ഇതിന് ഓപ്പോസിറ്റ് സമരങ്ങൾ, അടിച്ചമർത്തലുകൾ നമ്മൾ കണ്ടതാണ്. ആ നേതൃത്വങ്ങളൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് ഇവിടെ, അല്ലേ? ആ നേരത്ത് വേറെ അർത്ഥത്തിൽ വേറെ കേസുകളിൽ അന്ന് നമ്മളെ ഇറക്കുമെന്നും നമ്മളെ ഒഴിപ്പിക്കുമെന്നും പകുതി ജോലി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലത്തിൽ ഇവിടെ ജയിലിൽ കിടന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. ഞങ്ങള് ജയിലിൽ കയറാനോ ഈ പറയുന്ന അതിദരിദ്രരെതിരെ പ്രഖ്യാപിക്കുന്ന വേളയിൽ അവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടാണ് ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ അവരിലൂടെ നടത്തിക്കൊണ്ട് ഇതിന് നടക്കുവാൻ കൂട്ടുനിൽക്കുന്ന, കൈക്കൂലി മേടിക്കുന്ന, അല്ലെങ്കിൽ അത് വാങ്ങിച്ച് അവർക്ക് താല്പര്യം സംരക്ഷിക്കുന്ന ഇവിടുത്തെ രജിസ്ട്രാർ, ജില്ലാ രജിസ്ട്രാർ വെറുതെ ഒന്നും ആരും ചെയ്തു കൊടുക്കത്തില്ല. ഞങ്ങൾ ആവശ്യമൊന്ന് പറയുകയാണ്, അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടാണ് കൃത്രിമ രേഖ ചമച്ചിട്ടുള്ളത്. ആ കൃത്രിമ രേഖ ചമച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖ ഞങ്ങൾക്കും കാണണം. പോലീസ് അധികാരികളാണ് ഇവിടെ ഞങ്ങളോട് പറഞ്ഞത്, അവർക്ക് രേഖയുണ്ട്. അവർക്ക് ഈ പറയുന്ന 2007 വരെ, അവർക്ക് 2027 വരെ അവർക്ക് ഇത്തരത്തിലുള്ള പുതുക്കി കൊടുത്തിട്ടുണ്ടെന്ന്. ആര് പുതുക്കി കൊടുത്തു? നിയമപരമായി പുതുക്കി കൊടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ അതിനു മുമ്പേ ഉള്ള രേഖകൾ ഇവിടെ ഇരിക്കുകയാണ്, നമുക്ക് തന്ന രേഖകൾ ഇരിക്കുകയാണ്. കോടതിയിലെ അന്തിമ വിധി വരയാതെ ഇതിനൊരു നടപടി എടുക്കുകയില്ല എന്ന് പറഞ്ഞിടത്താണ് കൃത്രിമ രേഖ ചമച്ചു കൊടുത്തിട്ടുണ്ട്. കൃത്രിമത്വം കാണിക്കുന്നത് സാമ്പത്തികം മേടിച്ചിട്ട് ചെയ്യൂ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നേരത്തെ നമ്മുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ പറഞ്ഞതുപോലെ നമുക്ക് പോകുന്നതിന് മുമ്പേ പോലീസ് അധികാരികളുടെ ഒരു അപേക്ഷ, ഞങ്ങൾ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് രജിസ്ട്രാറെ ഒന്ന് കാണണം, ഓഫീസിൽ ഒന്ന് കയറിയിട്ട് രേഖയൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യിക്കണം. അതിനുള്ള ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ വാക്ക് തരണം, രേഖാപരമായി വാക്ക് തരണം. എന്നിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മഴയായാലും വെയിലായാലും സാധുജനങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ. അതുകൊണ്ട് അതിനൊരു അവസരം കൊടുക്കണം. അവിടെ ആരും വേറെ വിളക്കുണ്ടാക്കണമെന്നല്ല, ഞങ്ങൾക്ക് അറിയണം, ഞങ്ങൾക്കിത് അറിഞ്ഞേ മതിയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണമാണ്. തുടർന്ന് നമ്മുടെ ഈ രാജ്യത്ത് കേരളത്തിലെ പട്ടികജാതി പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിലുള്ള എല്ലാ ജനതയും ഐക്യപ്പെട്ടു പോകണമെന്നുള്ള ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. കാരണം ഇവിടുത്തെ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടതാണ്, ഓരോ മതങ്ങളും ഓരോ സമുദായങ്ങളും വിലപേശുന്നു. സാമുദായിക സമദൂരത്തിലൂടെ ഈ പറയുന്ന മന്ത്രിമാരെ സൃഷ്ടിക്കുന്നു. ഇവിടുത്തെ ഗവൺമെന്റുകൾ രൂപപ്പെടുന്നു. നമ്മളെ ആരാണ് പരിഗണിക്കുന്നത്? 2 പേരെ എടുത്തിട്ടുണ്ട്, 2 രാഷ്ട്രീയക്കാരെ എടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് പറഞ്ഞ ഞങ്ങൾക്ക് 5 പേര് വേണമെന്ന് പറയുമ്പോഴും കോൺഗ്രസ് പറയുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങളെ വേണമെന്ന്. എന്ന് പറയുമ്പോൾ അവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, ക്രിസ്ത്യന്റെ എണ്ണം വർദ്ധിപ്പിച്ചു, നായരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, ഈഴവരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. SC STയുടെ 2 പേരെ കൊടുത്തിട്ടുണ്ട്. അത് പോരാ. നമുക്ക് ഐക്യപ്പെട്ടാൽ നമുക്കും ഇവിടെ MLA മാരെ സൃഷ്ടിക്കാൻ കഴിയണം.
നമുക്ക് വാർഡ് മെമ്പർമാരെ സൃഷ്ടിക്കാൻ കഴിയണം. നമുക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളല്ലാത്ത ഒരു സാമുദായിക ശക്തിയായി വളരുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയുള്ള പ്രയാണം കൂടിയായിരിക്കണം ഈ പോരാട്ടങ്ങൾ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഭീം, ജയ് അയ്യങ്കാളി, ജയ് ലാഹോവാഴ്ചി. ശ്രീ ഗോപി ഇവിടെ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട അജി, ഈ